ഞാൻ വിഷം കഴിച്ചിട്ട് നീ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക, അതല്ലെങ്കിൽ അവൻ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. എന്നിട്ട് ഞാൻ കഴിച്ച വിഷത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കും, ഞാൻ ആരാണോ മരിക്കണമെന്ന് ആഗ്രഹിച്ചത് അയാൾക്ക് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുക. ഇതാണ് അസൂയാലുവിന്റെ അവസ്ഥ എന്ന് സാധാരണഗതിയിൽ പറയപ്പെടാറുണ്ട്. നമുക്കെന്താണോ മറ്റൊരാളെക്കുറിച്ചുള്ള അസൂയപ്പെടാനുള്ള കാരണം, ആ കാരണങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അതിന്റെ എല്ലാവിധ സ്ട്രെസ്സും വലിയ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയും മറ്റൊരാൾക്ക് അതൊന്നും ഏശാതിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പടച്ചവൻ ഈ ലോകത്ത് മൈശത്ത് വിതരണം ചെയ്തതിൽ നമ്മൾ ഒട്ടും തൃപ്തരല്ല എന്നും, അള്ളാഹു ഈ ലോകത്ത് ഒരാളുടെ എന്തൊക്കെ കഴിവുണ്ടോ ആ കഴിവ് കണ്ടിട്ട് നമ്മൾ മാഷാ അള്ളാഹ് കൊടുത്തത് അതല്ലെങ്കിൽ അള്ളാഹ് ആഗ്രഹിച്ചത് എന്ന് അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുക എന്നുള്ളതിൽ നമുക്ക് തൃപ്തിയില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പറയാറുണ്ട്, അസൂയയാണ് ഈ ലോകത്ത് പെട്ടെന്ന് വളരുന്ന മരമെന്ന്. ഏത് പാറപ്പുറത്ത് പോലും നിങ്ങൾ വിത്ത് നട്ടാൽ ഇന്ന് നട്ട് നാളെ മുളച്ച് മറ്റന്നാൾ അതിന്റെ ഫലം തരുന്ന വൃക്ഷമാണ് അസൂയ എന്നുള്ളത്. അതുകൊണ്ട് ഏറ്റവും സാധ്യമായ അളവിൽ ജീവിതത്തിൽ നിന്ന് ഇത് മാറ്റി നിർത്താൻ സാധിച്ചാൽ അസൂയാലുവിന് സ്വന്തം ജീവിതത്തിലെ സ്വസ്ഥത ഉറപ്പുവരുത്താൻ പറ്റും. പക്ഷെ സാമൂഹികമായി, ശാരീരികമായി, മാനസികമായി മറ്റൊരാൾ ചിലപ്പോൾ ഏൽപ്പിക്കുന്ന ആഘാതത്തിൽ നിന്ന് അസൂയ ഏറ്റുവാങ്ങുന്ന ഒരാൾ ഒമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്, അള്ളാഹുവിൽ നിന്ന് അഭയം തേടാൻ വേണ്ടി കൂടി ഇസ്ലാം കൂട്ടത്തിൽ പഠിപ്പിക്കുന്നുണ്ട്.